2019 അവസാനത്തോടെ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കോവിഡ്-19 എന്ന മഹാമാരി ഉദയം ചെയ്തു. വർഷങ്ങൾക്കിപ്പുറവും ശാസ്ത്രലോകം തിരയുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരമുണ്ട്. എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വൈറസ് വന്നത്? വുഹാനിലെ ലാബിൽ നിന്നോ അതോ അവിടുത്തെ വെറ്റ്മാർക്കറ്റിൽ നിന്നോ? ചൈനയിലെ വുഹാനിലുള്ള ഹുവാനൻ സീഫുഡ് ഹോൾസെയിൽ മാർക്കറ്റ് ഒരു സാധാരണ മീൻചന്തയായിരുന്നില്ല. നിയമവിരുദ്ധമായി പലതരം വന്യമൃഗങ്ങളെയും ഇവിടെ വിറ്റിരുന്നു. പാൻഡമിക്കിന്റെ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത ഭൂരിഭാഗം കേസുകൾക്കും ഈ മാർക്കറ്റുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും മാർക്കറ്റിലെ വന്യമൃഗങ്ങളെ വിൽക്കുന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് എന്നും ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന ലാബിൽ നിന്ന് വൈറസ് ചോർന്നതാണ് എന്നൊരു വാദം ശക്തമായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത് മാർക്കറ്റിലേക്ക് തന്നെയാണ്. 2020 മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ കൊറോണ വൈറസിന്റെയും ഒപ്പം റക്കൂൺ ഡോഗ്സ് പോലുള്ള മൃഗങ്ങളുടെയും ജനിതക വിവരങ്ങൾ കൂടിക്കലർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്നും ശാസ്ത്രലോകമെത്തുന്ന നിഗമനം വൈറസ് വവ്വാലുകളിൽ നിന്ന് റക്കൂൺ ഡോഗ്സ് പോലുള്ള ഇടനിലക്കാരായ മൃഗങ്ങളിലേക്കും ആ മൃഗങ്ങളെ മാർക്കറ്റിൽ വെച്ച് കൈകാര്യം ചെയ്തതിലൂടെ മനുഷ്യരിലേക്കും പടർന്നുവെന്നാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്ന സൂണോട്ടിക് സ്പില്ലോവർ എന്ന രീതിയാണിത്. 100% ഉറപ്പിച്ചു പറയാൻ ഇനിയും കൂടുതൽ തെളിവുകൾ ആവശ്യമാണെങ്കിലും നിലവിലെ ശാസ്ത്രീയ തെളിവുകൾ ലാബ് തിയറിയേക്കാൾ വുഹാൻ മാർക്കറ്റ് തിയറിയെയാണ് സാധൂകരിക്കുന്നത്.